അതിജീവിതയുടെ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് കുരുക്കുമുറുകുന്ന സാഹചര്യം ആണ് ഉള്ളത്. അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടം ഇപ്പോഴും ജയിലിൽ തന്നെ തുടരുന്ന സാഹചര്യം ആണ് ഉള്ളത്. രാഹുലിനെ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് അല്ലെങ്കിൽ രാഹുലിനെ നേരിട്ട് എത്തിച്ചുകൊണ്ട് തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആണ് ഇപ്പോൾ അന്വേഷണ സംഘം ഉദ്ദേശിക്കുന്നത്. 7 ദിവസത്തെ കസ്റ്റഡി കാലാവധിയെങ്കിലും ഇപ്പോൾ അന്വേഷണ സംഘം ആവശ്യപ്പെടും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടം ഇനി കോടതിയിൽ ഉന്നയിക്കാൻ പോകുന്ന വാദങ്ങൾ എന്നത് പ്രധാനപ്പെട്ടതായി മാറുന്നു. എന്തൊക്കെയായിരിക്കും ആ വാദങ്ങൾ എന്നതാണ് ഇനി നമ്മൾ പരിശോധിക്കുന്നത്. ഇപ്പോൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ അടക്കം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം, ഒപ്പം രാഹുൽ മാങ്കൂട്ടത്തോട് ചേർന്ന് നിൽക്കുന്നവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണങ്ങൾ എന്നത് പൊതുവെ തനിക്കെതിരെയുള്ള ഒരു രാഷ്ട്രീയ ഗൂഢാലോചന നടക്കുന്നുണ്ട്. ആ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായി തന്നെ ഈ പരാതിയും കെട്ടിച്ചമച്ചതാണ് എന്നതാണ് രാഹുൽ മാങ്കൂട്ടം ഉന്നയിക്കുന്ന ഒന്നാമത്തെ വാദം. അതായത് ഈ മൂന്നാമത്തെ അതിജീവിതം നൽകിയിട്ടുള്ള പരാതി എന്നത് കെട്ടിച്ചമച്ച ഒരു പരാതിയാണ് എന്നും ഇത് വസ്തുതാപരമായി നിലനിൽക്കുന്ന ഒരു പരാതിയല്ല എന്നുമുള്ള ആരോപണം തന്നെയായിരിക്കും ഉന്നയിക്കുന്നത്. ഈ ഒരു വാദം ആയിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ കോടതിക്ക് മുന്നിലേക്ക് എത്തിക്കുക. കാരണം ഇപ്പോൾ തന്നെ നിരവധിയായ ചാറ്റ് ഉൾപ്പെടെ പുറത്തു വന്നിട്ടുള്ള സാഹചര്യം ഉണ്ട്. ആ ചാറ്റുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്, ഒരു ഘട്ടത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടവും ഈ പെൺകുട്ടിയും തമ്മിൽ നടക്കുന്ന ചാറ്റുകൾ, പണം ആവശ്യപ്പെടുന്നു, ആ പണം ആവശ്യപ്പെട്ടപ്പോൾ അത് നൽകുന്നത് കാണാം. പിന്നീട് ഫ്ലാറ്റ് വേണം എന്ന് പറയുമ്പോൾ ആ ഫ്ലാറ്റ് എത്ര രൂപയുടെ ഫ്ലാറ്റ് എന്നത് സംബന്ധിച്ച് ഒരു ചർച്ച നടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. 2 മുറിയുള്ള ഫ്ലാറ്റ് പോരെ എന്ന് ഈ പെൺകുട്ടി ചോദിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുന്നു. അവിടെയാണ് ഈ ഉഭയസമ്മതപ്രകാരം ആയിരുന്നു ഈ ബന്ധം എന്ന വാദം രാഹുൽ മാങ്കൂട്ടം പ്രധാനമായും ഉന്നയിക്കാൻ പോകുന്നത്. ഏതെങ്കിലും തരത്തിൽ പെൺകുട്ടിയെ നിർബന്ധിച്ച് ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ടതല്ല എന്ന വാദം ആയിരിക്കും ഉന്നയിക്കുക. 2 പേരും പരസ്പര സമ്മതത്തോടു കൂടി നടന്നിട്ടുള്ള ലൈംഗിക ബന്ധം ആയിരുന്നു എന്ന പ്രധാനപ്പെട്ട വാദം കോടതിക്ക് മുമ്പിൽ രാഹുൽ മാങ്കൂട്ടം ഉന്നയിക്കുമെന്നതാണ്. അവിടെ പ്രേക്ഷകരെ ഒരു കാര്യമെന്ന് ഓർമ്മിപ്പിക്കേണ്ടത്, ഇപ്പോൾ നമ്മൾ നൽകുന്ന വിവരങ്ങൾ എല്ലാം തന്നെ പെൺകുട്ടി നൽകിയിട്ടുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലുള്ള വിവരങ്ങളാണ്. പെൺകുട്ടിക്ക് ഏറ്റവും അവസാനം അയച്ചിട്ടുള്ള ഭീഷണി സന്ദേശമടക്കം ഈ പെൺകുട്ടിയുടെ ഭാഗത്ത് നിന്നുള്ള പ്രതികരണങ്ങളാണ്. ഇതിൽ തന്നെ രാഹുൽ മാങ്കൂട്ടവും പെൺകുട്ടിയും തമ്മിൽ നടത്തിയിട്ടുള്ള ചാറ്റിന്റെ ഒരു പൂർണ്ണ രൂപം എന്നത് രാഹുൽ മാങ്കൂട്ടം കോടതിയിൽ സമർപ്പിക്കുമ്പോൾ അതിൽ ഏതെങ്കിലും തരത്തിലുള്ള പഴുതുകൾ ഉണ്ടെങ്കിൽ ആ പഴുതുകളിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു വാദത്തിനായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ പ്രാധാന്യം നൽകുക. ആ തരത്തിലുള്ള സൂചനകൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ നൽകുന്നുമുണ്ട്. ഒപ്പം ഇതിൽ ഇനി വരാൻ പോകുന്ന വാദം എന്നത്, അതായത് ഏപ്രിൽ 8-ാം തീയതി 2024 ഏപ്രിൽ 8-ാം തീയതി ഹോട്ടലിൽ മുറിയെടുത്തത് ഈ യുവതി തന്നെയാണ് എന്ന വാദമായിരിക്കും ഉന്നയിക്കാൻ പോകുന്നത്. രാഹുൽ മാങ്കൂട്ടമല്ല മുറിയെടുത്തത് എന്നും ആ മുറിയെടുത്ത ശേഷം പെൺകുട്ടി അവിടേക്ക് ക്ഷണിച്ചതല്ല എന്നും മറിച്ച് പെൺകുട്ടി മുറിയെടുക്കുകയും അവിടേക്ക് രാഹുൽ മാങ്കൂട്ടം എത്തുകയാണ് ചെയ്തത് എന്നതുമുള്ള വാദം ആണ് ഉന്നയിക്കാൻ പോകുന്നത്. ഇനി വിവാഹിതയെന്ന് അറിഞ്ഞിരുന്നില്ല എന്ന വാദം കൂടി രാഹുൽ മാങ്കൂട്ടം സ്വാഭാവികമായും അവിടെ ഉന്നയിക്കും എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. അവിടെ ആണ് ഈ വാട്സപ്പ് ചാറ്റിൻ്റെയൊക്കെ ഒരു പൂർണ്ണ രൂപം വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നത്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടവുമായി ഈ ഹോട്ടൽ മുറിയിലേക്ക് എത്തുന്നതിന് മുമ്പോ അതിനുശേഷമോ ഒക്കെ ഈ വിവാഹിത എന്ന തരത്തിലുള്ള ഒരു സംഭാഷണം നടന്നിട്ടുണ്ടോ? അതൊക്കെ നമുക്കിപ്പോൾ പൂർണ്ണമായും പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ സാധിക്കില്ല. അവിടെ വിവാഹിത എന്ന കാര്യം അറിയാമായിരുന്നു എന്നാണ് പെൺകുട്ടി പറയുന്നത്, പക്ഷേ അത് അറിഞ്ഞിരുന്നില്ല എന്ന വാദമാണ് എന്തായാലും രാഹുൽ മാങ്കൂട്ടം ഉന്നയിക്കാൻ പോകുന്നത്. പക്ഷേ എടുത്തു പറയേണ്ടത്, ഈ സമാനമായ സ്വഭാവത്തിലുള്ള കേസുകൾ രാഹുൽ മാങ്കൂട്ടത്തിന് നേരെ നിലനിൽക്കുന്നു എന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വാദങ്ങളെ എങ്ങനെയായിരിക്കും പ്രോസിക്യൂഷൻ ഖണ്ഡിക്കാൻ പോകുന്നത് എന്നതും നിർണായകമാകുന്നത്. നമുക്ക് അതിലേക്ക് പോകാം. അതായത് പ്രോസിക്യൂഷന്റെ വാദങ്ങൾ എന്തൊക്കെയായിരിക്കും? നിലവിൽ 2 കേസുകൾ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന പശ്ചാത്തലമുണ്ട്. ഈ 2 കേസുകളിലും അറസ്റ്റ് ചെയ്തിട്ടുള്ള സാഹചര്യം ഇല്ല. ഇപ്പോഴിതാ ഈ 3ാമത്തെ പരാതിയുമായി പെൺകുട്ടി രംഗത്ത് വരുമ്പോൾ അങ്ങേയറ്റം ഗുരുതരമാകുന്ന ആരോപണം ആണ് അതിൽ ഉള്ളത്. ഒന്ന്, ലൈംഗികമായ പീഡനം ഉണ്ട്, ബലാത്സംഗം പോലെയുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്, പെൺകുട്ടിക്ക് വിവാഹ വാഗ്ദാനം നൽകിക്കൊണ്ടുള്ള ചൂഷണം നടന്നിട്ടുണ്ട്, പെൺകുട്ടിയെ സാമ്പത്തികമായി ദുരുപയോഗം ചെയ്തു, സാമ്പത്തികമായ ചൂഷണം, അങ്ങനെ ഗുരുതരമായ വകുപ്പുകൾ ആണ് ഇപ്പോൾ ചുമത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രതിയെ കസ്റ്റഡിയിലെടുത്തുകൊണ്ട് തെളിവെടുത്തുകൊണ്ട് കൃത്യമായ അന്വേഷണ സംഘത്തിന് മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന വാദം തീർച്ചയായും പ്രോസിക്യൂഷൻ ഉന്നയിക്കും. മറ്റൊന്ന്, രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഉന്നയിച്ചിട്ടുള്ള വാദമാണ്. അത് രാഹുൽ സ്ഥിരം കുറ്റവാളിയാണ് എന്നതാണ്. രാഹുൽ മാങ്കൂട്ടം 1ാമത്തെ അതിജീവിത രംഗത്ത് വന്നപ്പോൾ തന്നെ ഇത്തരത്തിൽ ഒരു സമാനമായ പ്രതികരണങ്ങൾ പല കോണുകളിൽ നിന്നുമുണ്ടായിരുന്നു. ഒരു പരാതി മുന്നിലില്ല എന്നതായിരുന്നു അതുവരെയുള്ള രാഹുലിൻ്റെ വാദമെങ്കിൽ ഒരു അതിജീവിത വന്നു, അതിനുശേഷം 2
രണ്ടാമതൊരു അതിജീവിത കൂടി വരുന്ന സാഹചര്യം. ഇപ്പോഴിതാ മൂന്നാമത്തെ അതിജീവിതയാണ് ഈ പരാതിയുമായി രംഗത്ത് വരികയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടം ഒരു സ്ഥിരം കുറ്റവാളിയാണ്. അതുകൊണ്ട് രാഹുലിന് ജാമ്യം അനുവദിക്കരുത് എന്ന ആവശ്യം പ്രോസിക്യൂഷൻ ഉന്നയിക്കും. വിവാഹ വാഗ്ദാനം നൽകിക്കൊണ്ടാണ് ഈ പീഡനം എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇത്തരത്തിലായിരുന്നു ഇതിനു മുമ്പും നടന്നിട്ടുള്ള പീഡനങ്ങൾ എന്നത് വ്യക്തമാണ്. നേരത്തെയുള്ള 2 പരാതികൾ പരിശോധിച്ചാൽ അവിടെയെല്ലാം ഈ പെൺകുട്ടികൾക്ക് വിവാഹ വാഗ്ദാനം നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ആ വിവാഹ ബന്ധത്തിലേക്ക് കടക്കുന്നതിന് വേണ്ടിയാണ് തനിക്കൊരു കുഞ്ഞു വേണമെന്ന ആവശ്യം ഈ പെൺകുട്ടികളോട് പറയുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിവാഹ വാഗ്ദാനം നൽകിയുള്ള വഞ്ചന എന്നത് നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് ജാമ്യം അനുവദിക്കരുത് എന്ന ആവശ്യം ഉന്നയിക്കും. മറ്റൊന്ന്, ജാമ്യം ലഭിച്ചാലുണ്ടാകുന്ന ഒരു സാഹചര്യമാണ്. അക്കാര്യം നേരത്തെയും കോടതിക്ക് മുന്നിൽ വാദമായി ഉയർന്നു വന്നിട്ടുള്ളതാണ്. അതായത് അതിജീവിതയുടെ ആദ്യത്തെ പരാതി ഉയരുമ്പോഴും രണ്ടാമത്തെ പരാതി ഉയരുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം ആയിരുന്നു ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. ആ മുൻകൂർ ജാമ്യാപേക്ഷയെ തന്നെ എതിർത്തുകൊണ്ട് പ്രോസിക്യൂഷൻ വാദിച്ചത് അതിജീവിതയെ ഭീഷണിപ്പെടുത്തുവാനുള്ള സാഹചര്യമുണ്ട് എന്നതാണ്. ഇവിടെ ഇതാ ഈ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടുള്ള സന്ദേശത്തിൻ്റെ രൂപം പുറത്തു വന്ന പശ്ചാത്തലമുണ്ട്. അത് നമ്മൾ നേരത്തെ പ്രേക്ഷകരുമായി പങ്കുവച്ചതാണ്. അതായത് ഏതെങ്കിലും തരത്തിൽ തനിക്കെതിരെ രംഗത്ത് വന്നാൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കുമെന്ന ഭീഷണി നിലനിൽക്കുകയാണ്. അപ്പോൾ പെൺകുട്ടി ഈ പരാതിയുമായി രംഗത്ത് വന്ന പശ്ചാത്തലത്തിൽ ഇനി രാഹുൽ മാങ്കൂട്ടം പുറത്ത് ഇറങ്ങി വിലസിയാൽ അത് ഭീഷണിയായി മാറുന്ന സാഹചര്യം, ആ പെൺകുട്ടിയുടെ ജീവന് പോലും ഭീഷണി ഉണ്ടാകുന്ന പശ്ചാത്തലമുണ്ടാകും. ഒരുപക്ഷെ അവിടെ ഈ പെൺകുട്ടി ഇവിടെ ഇല്ല, നാട്ടിലല്ല ഉള്ളത്, വിദേശത്താണ് എന്ന മറുവാദമൊക്കെ ഉയർത്തുവാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോഴും സാക്ഷികളെ സ്വാധീനിക്കുമെന്ന മറ്റൊരു വാദം തീർച്ചയായും പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. ഇതിൽ തെളിവായി മാറാൻ സാധ്യതയുള്ള സാക്ഷികൾ ഉണ്ട്. പ്രത്യേകിച്ച് ഹോട്ടലിൽ ആണ് മുറിയെടുത്തത്. ആ ഹോട്ടലിൽ അടക്കം തെളിവെടുക്കുമ്പോൾ ആ ഹോട്ടലുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ ഇതിൽ സാക്ഷികളായി മാറിയേക്കാം. ഒപ്പം ഈ അക്കൗണ്ട് ഇപ്പോൾ പറയുന്നത് മറ്റൊരാളുടെ അക്കൗണ്ടിലേക്ക്, ഫെനിയുടെ അക്കൗണ്ടിലേക്ക് തുക നൽകി എന്നൊക്കെ പറയുമ്പോൾ കൂടുതൽ സാമ്പത്തിക ഇടപാടുകളുണ്ടോ എന്നത് നമുക്ക് വ്യക്തതയില്ല. ഒപ്പം ഈ പെൺകുട്ടി ഇക്കാര്യങ്ങൾ മറ്റാരോടെങ്കിലും വെളിപ്പെടുത്തിയിരുന്നോ എന്നതിൽ വ്യക്തതയില്ല. അപ്പോൾ അങ്ങനെ ഈ കേസുമായി ബന്ധപ്പെട്ട സാക്ഷികളിലേക്കൊക്കെ എത്തുന്ന സാഹചര്യത്തിൽ സാക്ഷികൾ ആരൊക്കെ എന്നറിഞ്ഞുകൊണ്ട് തന്നെ അതിനെ സ്വാധീനിക്കുവാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം സൈബർ അധിക്ഷേപം ഇപ്പോൾ തന്നെ നമുക്കറിയാം. 2 അതിജീവിതമാർ പരാതി നൽകി കഴിഞ്ഞ പശ്ചാത്തലത്തിൽ ആദ്യത്തെ അതിജീവിത വലിയ തോതിലുള്ള സൈബർ അറ്റാക്കിംഗ് നേരിട്ട ഒരു പശ്ചാത്തലമുണ്ടാകുന്നു. അത് രാഹുലുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നാണ്. അതിന് നേതൃത്വം നൽകുന്നത് രാഹുൽ തന്നെയാണ് എന്ന ആക്ഷേപം ഉയർന്നു വരുന്ന പശ്ചാത്തലമുണ്ട്. ഐഡന്റിറ്റി വ്യക്തമാക്കുന്ന തരത്തിലുള്ള ആക്ഷേപങ്ങൾ ആണ്, സൈബർ അറ്റാക്കിംഗ് ആണ് നടക്കുന്നത് എന്നതാണ് ഇതിൽ എടുത്തു പറയേണ്ടത്. ഒരു പക്ഷേ രാഹുലിന് ജാമ്യം ലഭിച്ചാൽ ഇനി അത്തരത്തിലുള്ള ഒരു സൈബർ അറ്റാക്കിംഗ് ഈ മൂന്നാമത്തെ പരാതിക്കാരിയും നേരിടേണ്ടതായി വരും. അവിടെ പരാതിക്കാരിയുടെ ഐഡന്റിറ്റി അടക്കം പുറത്തു പോകുവാനുള്ള സാധ്യതയുണ്ട് എന്ന വാദം കോടതിയിൽ പ്രോസിക്യൂഷൻ ഉന്നയിക്കും. ഏറ്റവും ഒടുവിലായി ഉയർത്താൻ സാധ്യതയുള്ള മറ്റൊരു വാദം എന്നത്, നമുക്കറിയാം ഈ ആദ്യത്തെ പരാതി, അതിജീവിതയുടെ ആദ്യത്തെ പരാതി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ലഭിക്കുന്നു. മുഖ്യമന്ത്രി അത് പോലീസിന് കൈമാറുന്നു. ആ ഘട്ടത്തിൽ തന്നെ രാഹുൽ മാങ്കൂട്ടം ഒളിവിൽ പോയി. ദിവസങ്ങളോളം ഒളിവിലായിരുന്നു. പിന്നീട് മുൻകൂർ ജാമ്യത്തിന് വേണ്ടി ശ്രമിക്കുന്നു. അതിനിടെ 2 കേസുകൾ പുറത്തു വന്ന പശ്ചാത്തലമുണ്ടാകുന്നു. ആദ്യത്തെ കേസിൽ മുൻകൂർ ജാമ്യം തള്ളിയ പശ്ചാത്തലത്തിൽ ഹൈക്കോടതിയിൽ പോയി അറസ്റ്റ് തടയുന്നു. രണ്ടാമത്തെ കേസിൽ മുൻകൂർ ജാമ്യം നൽകിയ പശ്ചാത്തലമുണ്ട്. അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഹൈക്കോടതിയിലേക്ക് അന്വേഷണ സംഘം പോയ പശ്ചാത്തലം, അവിടെയും അറസ്റ്റ് തടയുന്നു. അവിടെയൊക്കെ ഒളിവിൽ ഇരുന്നു കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടം ഇത്തരം കാര്യങ്ങളെല്ലാം ഓപ്പറേറ്റ് ചെയ്തത്. ഇവിടെ ഇതാ ജാമ്യം ലഭിച്ചാൽ അതിനുശേഷം ഒളിവിൽ പോകുവാനുള്ള സാധ്യതയുണ്ട്. ഒരു പക്ഷേ ഇങ്ങനെയൊരു വാദം ഉന്നയിക്കുമ്പോൾ മറുഭാഗം ഉന്നയിക്കാൻ പോകുന്നത് രാഹുൽ കൃത്യമായി അന്വേഷണത്തോട് സഹകരിക്കും, ആവശ്യമെങ്കിൽ കോടതിയിൽ അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഒപ്പുവെക്കാൻ ഒരുക്കമാണ്. മറ്റ് ഏതെങ്കിലും, അതായത് പാസ്പോർട്ട് പോലെയുള്ള വളരെ പ്രധാനപ്പെട്ട രേഖകൾ കോടതിക്ക് മുന്നിൽ സമർപ്പിക്കാൻ ഒരുക്കമാണ് എന്ന ഉപാധികൾ ഒരു പക്ഷേ വെച്ചേക്കാം. ഇത്തരത്തിലൊരു വാദപ്രതിവാദത്തിലേക്കാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.